ഇനി നമുക്ക് നെഗറ്റീവ് എനർജിയുടെ ദൂഷ്യഫലങ്ങളെപ്പറ്റി നമുക്ക് ഓർക്കാം. അതായത് കുടുംബജീവിതത്തിലും സമൂഹ ജീവിതത്തിലും രാഷ്ട്രീയ ജീവിതത്തിലും സന്യാസി ജീവിതത്തിലും വൈദിക ജീവിതത്തിലെല്ലാം ഈ നെഗറ്റീവ് എനർജി വലിയൊരു വിപത്തായി തീർന്നിരിക്കുകയാണ്. കാരണം ഈ നെഗറ്റീവ് എനർജിയെ എങ്ങനെ ഓവർകം ചെയ്യണമെന്ന് അറിയാത്ത വ്യക്തികളിൽ ഇത് കവിഞ്ഞുകൂടുന്ന ഫലമായി കുടുംബജീവിതത്തിൽ അമ്മായിമാരും അമ്മായിപ്പന്മാരും മരുമകളും അച്ഛനും അമ്മയും എല്ലാവരിലും ഒത്തിരി അസമാധാനമുണ്ടാകുകയും അതിൻ്റെ ഫലമായി കൊലപാതകങ്ങൾ, വ്യഭിചാരങ്ങൾ, പിടിച്ചുപറികൾ, മോഷണങ്ങൾ, അങ്ങനെ എല്ലാ തരത്തിലുള്ള പ്രശ്നങ്ങളും സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ അതിനെ എങ്ങനെയാണ് ഓവർകം ചെയ്യുന്നുള്ള തിരിച്ചറിവ് അവർക്കറിയില്ല. അത്തരത്തിലുള്ള വ്യക്തികളാണ് ഇതിനെ എങ്ങനെ നമ്മൾ നശിപ്പിച്ച് കളയാൻ പറ്റും, മാറ്റി നിർത്താൻ പറ്റും, അല്ലെങ്കിൽ കുരിശിനെ നമുക്ക് എങ്ങനെ അതിജീവിക്കാൻ കഴിയുന്ന തിരിച്ചറിവില്ലാത്ത വ്യക്തികളാണ് അസമാധാനം സൃഷ്ടിക്കുന്നത്. അത്തരത്തിൽ എങ്ങനെ നമുക്കിതിനെ അഭിമുഖീകരിക്കാൻ പറ്റുമെന്ന് പറയുമ്പോൾ അത് ക്രിസ്തുവിലേക്കൊന്ന് നോക്കേണ്ടിയിരിക്കുന്നു. ക്രിസ്തുവിൻ്റെ ജീവിതത്തിൽ സർവ്വതും തങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നപ്പോഴേക്കും സകല പാപങ്ങളും സഹനങ്ങളും കുരിശുകളും ജീവിതത്തിലേക്ക് കടന്നു വന്നപ്പോൾ ഏറ്റവും അസഹനീയമായിട്ട് വേർപ്പ് തുള്ളിയ രക്തമായിട്ട് പുറത്തോട്ട് വന്ന വേദന അത്ര അസഹനീയമായിരുന്നു. അത്രത്തോളം ഒരസുഖന ഈ ഭൂമിയിലില്ല. അതിനെ അതിജീവിച്ച ക്രിസ്തുവിൻ്റെ മനോഭാവം നമ്മൾ ക്രിസ്തുവിൻ്റെ ആത്മാവിനെ ക്രിസ്തുവിനെ തന്നെ ഉദ്ദിനെ തന്നെ സ്വീകരിച്ചാൽ നമുക്ക് അതിജീവിക്കാനുള്ള ശക്തി കിട്ടും. അങ്ങനെയെങ്കിൽ നമുക്ക് വളരെയധികം ഈ ജീവിതത്തിൽ വിജയിക്കാൻ കഴിയും. എന്നാൽ ആ ക്രിട്ടിക്കൽ സ്റ്റേജിൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ ഒരു തിരിച്ചറിവ് വേണം. ഈ ക്രിട്ടിക്കൽ സ്റ്റേജ് രക്ഷയിലേക്ക് പോകണോ, സമാധാനത്തിലേക്ക് പോകണോ, നശത്തിലേക്ക് പോകണോ, ആത്മഹത്യയിലേക്ക് പോകണോ, പരാജയത്തിലേക്ക് പോകണോ എന്നുള്ള ക്രിട്ടിക്കൽ സ്റ്റേജ് ക്രിസ്തുവിനുണ്ടായപ്പോൾ ക്രിസ്തു എന്ത് സ്വീകരിച്ചു? മരിക്കുവാൻ, മറ്റുള്ളവർക്ക് മരിച്ച് ഉദ്ധിതനാകാൻ തീരുമാനിച്ചതുപോലെ നമ്മുടെ ജീവിതത്തിലും ആ തിരിച്ചറിവിലൂടെയുള്ള ക്രിസ്ത്യക്ക് ശരി അതിജീവിക്കുവാനുള്ള ശക്തി ഉണ്ടാകണം. ആ ഒരു പോയിന്റിനെ പറ്റിയാണ് ചിന്തിക്കാൻ നിങ്ങളോട് ആവശ്യപ്പെടുന്നത്. അങ്ങനെയെങ്കിൽ നമ്മുടെ കുടുംബത്തിൽ സമാധാനവും നമ്മുടെ സമൂഹത്തിലും രാഷ്ട്രത്തിലും വൈദിക ജീവിതത്തിലും സന്യാസി ജീവിതത്തിലും ഈ തിരിച്ചറിവ്, നെഗറ്റീവ് എനർജി ചില വ്യക്തികളിൽ കുമിഞ്ഞുകൂടുന്നുവെന്നുള്ള ആ തിരിച്ചറിവുണ്ടെങ്കിൽ അത് കൊടുക്കുന്നവരിലും മേടിക്കുന്നവരും നമ്മുടെ സമൂഹത്തിലുണ്ട് എന്നുള്ള തിരിച്ചറിവുണ്ടാകുമ്പോൾ നമുക്കിതിൽ അതിജീവിച്ച് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. എല്ലാവർക്കും 1000 നന്ദി. എല്ലാവർക്കും സമാധാനം എന്ന് ആശംസിക്കുന്നു.